പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പരമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ തിരുമുറിവാടുന്ന വലതുകരം നിന്റെ ശിരസ് വെക്കിടെ പ്രാർത്ഥിക്കുന്നു. അടുപ്പിട പോലെ വൈദാക്കാലം പോലെ ദൈവികമായ ശക്തിന്റെ ആവശ്യക്കെട്ടെന്ന് പ്രാർത്ഥിക്കുന്ന നില അലട്ടുന്ന ഭാരങ്ങളും രോഗങ്ങളും യേശുവിന് നീങ്ങിപ്പോയിട്ടെന്ന് കൽപ്പിക്കുന്നു. കർത്താവ് നിന്റെ തിരുസിലിവായി നീ ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുസിലിവായുടെ ശക്തിയാൽ രക്ഷാകരമായ ദൈവികമായ സൗഖ്യദായകമായ ശക്തി കുടുംബത്തെ ആവശ്യക്കെട്ട് നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവനത്തിൽ സമാധാനം ആശംസിക്കാൻ അലച്ചത് കർത്താവെ, നിന്റെ ഉന്നതമായ നാമത്തിൽ നിന്റെ കുരിശ് എടുത്തിക്കൊണ്ട് ഞാൻ ഈ പ്രാർത്ഥന കൂടുന്ന കുടുംബത്തിൽ സമാധാനം ആശംസിക്കുന്ന ആ സമാധാനത്തിന് ദൂതൻ അവിടെ ഉണ്ടെങ്കിൽ നിന്റെ സമാധാനം അവിടെ നിലനിൽക്കുന്ന അടച്ച കർത്താവെ, നീ തന്നെ കർത്താവെ, നിന്റെ അവരുടെ യോഗ്യതയാക്കാനല്ല ദൈവത്തിൻ്റെ കൃപയാൽ കർത്താവെ ഈ സമാധാനം അവർക്ക് അനുഭവിക്കാൻ ഇടയാക്കി പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികവും സമാധാനം നഷ്ടപ്പെട്ടവരുണ്ട്,
ബന്ധങ്ങൾ അറ്റുപോയതിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടവരുണ്ട്, ജോലി നഷ്ടപ്പെട്ടതിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടവരുണ്ട്, വിദ്യാഭ്യാസത്തിന് വേണ്ടത്ര മാർക്ക് കിട്ടാത്തതിൻ്റെ പേരിൽ സമാധാനം നഷ്ടപ്പെട്ടവരുണ്ട്, ഉന്നതമായ വിദ്യാഭ്യാസ യോഗ്യത ഇല്ലാത്തതുകൊണ്ട് സമാധാനം നഷ്ടപ്പെട്ടു പോയവരുണ്ട്. അങ്ങനെയവർക്ക് എല്ലാവർക്കും ജീവിതമാർഗം കാണിച്ചു കൊടുക്കുകയും കർത്താവ് വിദ്യാഭ്യാസ മേഖല കാണിച്ചു കൊടുക്കുകയും അവരുടെ കഴിവിനേക്കാൾ ഒരു ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അവർ സെറ്റ് ചെയ്യാൻ കർത്താവ് ഇടവരുത്തുകയും ചെയ്യട്ടെ. ഭവനരഹിതർ, വഴിയില്ലാത്തവർ, വെള്ളം കിട്ടാത്തവർ, അങ്ങനെ പലതരത്തിലുള്ള വേദനകൾ, അടിസ്ഥാന സൗകര്യങ്ങൾക്ക് എല്ലാം എപ്പോഴും ആശങ്കയോടെ ജീവിക്കുന്നവർ കർത്താവിൻ്റെ നാമത്തിൽ ആശ്രയിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. നിൻ്റെ ഈ വഴിയാത്രകൾ, യാത്രയ്ക്ക് ഒരുപെടുന്ന നിൻ്റെ ഓരോ ജീവിത മാർഗത്തിൽ നിൻ്റെ ഉദ്യമങ്ങൾ, യാത്രയ്ക്ക് ഒരുപെടുമ്പോൾ നിൻ്റെ മനസ്സിലുണ്ടാകുന്ന ലക്ഷ്യങ്ങൾ, ഓരോ വ്യക്തികളെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ, കയറിച്ചെല്ലണമെന്ന് ഉദ്ദേശിക്കുന്ന ഓഫീസുകൾ, അതുപോലെ തന്നെ നീ ചെയ്തു തീർക്കേണ്ട ജോലികൾ എല്ലാം കർത്താവിന് നാം ആശ്രയിക്കപ്പെടട്ടെ. അതായത് നമ്മളുടെ ഉടമ്പടിയിൽ ഒരു അത്ഭുത പ്രതിഭാസമായിട്ട് തുടരുകയല്ലേ ദൈവത്തിൻ്റെ പദ്ധതി പോലെ. അപ്പോൾ പല അച്ഛന്മാരും വന്ന് സിസ്റ്റേഴ്സ് വന്ന് ഉടമ്പടിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ ഈ അച്ഛന്മാർക്ക് ഉടമ്പടിക്കുമ്പോൾ എന്നോടൊന്ന് ചോദിക്കും, ജോസഫേ അച്ഛാ നമ്മൾ ഉടമ്പടിയിലല്ലേ? സിസ്റ്റർമാരും ചോദിക്കും, ഞങ്ങൾ ഉടമ്പടിയിലാണ്, പിന്നെ എന്തിനാണ് വേറെ ഉടമ്പടി എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ വളരെ ശാന്തമായിട്ട് സിസ്റ്റർമാരോട് പറയും, സിസ്റ്റർമാരെ ഇത് വിശേഷ വിധിയായി എന്ത് ചെയ്യാനും നമുക്കൊരു മണ്ടേറ്ററി ആയിട്ട് ഒരു ദൗത്യം കിട്ടിയാൽ അത് ഉടമ്പടിയുടെ ഭാഗമായിട്ട് വരും. കാര്യം ദൈവത്തിൻ്റെ പ്രഖ്യാപിത മൈൻഡ് സെറ്റ് എന്താണ്? ദൈവത്തിൻ്റെ മത്തായി സുവിശേഷം 5:46 നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ, നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? ചുങ്കക്കാർ പോലും അത് തന്നെ ചെയ്യുന്നില്ലേ? സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂവെങ്കിൽ വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? വിജാതീയരും അത് തന്നെ ചെയ്യുന്നില്ലേ? വിശേഷവിധിയായി ചെയ്യുന്നതാണ് കൗണ്ട് ചെയ്യണത്. അതായത് കൽപ്പിക്കപ്പെടാൻ ചെയ്തതിന് ശേഷം ഞങ്ങൾ പ്രയോജനരഹിതന്മാരെ ദാസന്മാരാണ്. ലൂക്ക 17:10. ഇതുപോലെ തന്നെ നിങ്ങളും കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിനു ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ് കടമ നിർവഹിച്ചതേയുള്ളൂ എന്ന് പറയുവേൻ. കൽപ്പിക്കപ്പെട്ടതെല്ലാം ചെയ്താലേ ആ കടമ നിർവഹിക്കുക മാത്രമേ ഉള്ളൂ. ദൈവം ഉദ്ദേശിക്കുന്നത് എന്താണ്? വിശേഷ വിധിയായി നിങ്ങൾ എന്താണ് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പം ഞാൻ സിസ്റ്റേഴ്സോട് പറയും, സിസ്റ്റേഴ്സ് നിങ്ങളിപ്പോൾ ചാസ്റ്റിറ്റി അല്ലേ, ശുദ്ധത, പിന്നെന്താണ് ഒബീഡിയൻസ്, അനുസരണം, പോവർട്ടി, അപ്പോൾ ദാരിദ്ര്യം, അനുസരണം, കന്യാത്വം നിങ്ങൾ എടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾ കൽപ്പിക്കപ്പെട്ട സംഭവമാണ്. അത് നിങ്ങളുടെ ഫൗണ്ടറിൻ്റെ കാരിസം വെച്ചുള്ളൊരു ദൗത്യമാണ്. പക്ഷേ ഇതിനകത്ത് വിഷയം എന്താണ്? ഈ 10 അത് ആ ലൂക്കാസ് വിഷയത്തിലേക്ക് വരുമ്പോൾ 17:10 വരുമ്പോൾ എന്താ പറ്റണത്? കൽപ്പിക്കപ്പെട്ടതെല്ലാം ചെയ്ത് നിങ്ങളുടെ കാര്യം അനുസരിച്ചുള്ള കാര്യം മാത്രമാണ് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കണത്? അത് കൗണ്ട് ചെയ്യത്തില്ല. ഒരു പരിധി വരെ നിങ്ങളുടെ ഗ്രേസിന് ഈ കൃപയ്ക്ക് മേൽകൃപയെന്ന് സംഭവമില്ലേ? യോഹന്നാൻ 1:16 അവന്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. ഗ്രേസ് അപ്പോൺ ഗ്രേസ്. അപ്പം മേൽകൃപയില്ല, അപ്പോൺ ഗ്രേസ്, അഡീഷണൽ ഗ്രേസ്. ഈ അഡീഷണൽ ഗ്രേസ് നമ്മൾ ടാർഗറ്റ് ചെയ്യണതും ടാപ്പ് ചെയ്യണതും കൽപ്പിക്കപ്പെട്ടതിന് മുകളിലുള്ള കാര്യങ്ങളെ മത്തായി 5:46 വിശിഷ്യ നിങ്ങൾ എന്താണ് ചെയ്യണമെന്നാണ്. ഉടമ്പടിക്കുള്ളൊരു ഗുണമെന്ന് പറയുന്നത് നമ്മൾ കൽപ്പിക്കപ്പെട്ടതിനേക്കാളും വിശിഷ്യുള്ള കാര്യങ്ങളാണ് ചെയ്യണത്. അപ്പം മേൽക്കൃപ ഗ്രേസ് അപ്പോൺ ഗ്രേസ് ആണ് ഉടമ്പടിയിലൂടെ ടാപ്പ് ചെയ്യാൻ വേണ്ടി അൾട്ടിമേറ്റായിട്ട് എയിം ചെയ്തിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഉടമ്പടിയിൽ ഇപ്പോൾ അച്ഛന്മാരായാലും ശരി, അപ്പം അച്ഛന്മാർക്ക് തന്നെ ഇപ്പോൾ ഒരു തിരുപ്പട്ട സമയത്ത് എന്താ പറയണ്ട, പ്രിയമകനെ നീ ഇത് കർത്താവിൻ്റെ വചനം അഭിനന്ദ പിതാവ് കൊടുത്തിട്ട് എന്ത് പറയും? പ്രിയമകനെ നീ ഇത് വിശ്വസിക്കണത് ജീവിക്കുക. അപ്പം നമ്മൾ അത് ചെയ്തുകൊള്ളാവുന്ന ജീവിതത്തിലെ സഭയോട് വാഗ്ദാനം ചെയ്യും. പക്ഷേ ജീവിച്ചാൽ മാത്രം പോരല്ല. കർത്താവ് ജീവിക്കാൻ വേണ്ടി മാത്രമല്ലല്ലോ നമ്മളെ പട്ടം തന്ന് വിട്ടിരിക്കണത്. ആദ്യം ഈ അപ്പോസ്തലന്മാരെല്ലാം ആരായിരുന്നു?
ആദ്യം അവർ പ്രീസ്റ്റ് അല്ലായിരുന്നു, അവർ ഇവാഞ്ചലിസ്റ്റ് ആയിരുന്നു. ഇവാഞ്ചലിസ്റ്റ് ആയവരെ ആ ഇവാഞ്ചലൈസേഷനിലൂടെ ഒരു കൂട്ടായ്മ രൂപപ്പെട്ട് വരുമ്പോഴാണ് പ്രീസ്റ്റ്ഹുഡ് വരണത്. അപ്പോൾ എല്ലാ പ്രീസ്റ്റുകളും ബേസിക്കായിട്ട് ഫസ്റ്റ് ഇവാഞ്ചലിസ്റ്റുകളാണ് വേണ്ടത്. ഇവാഞ്ചലിസ്റ്റ് വരുമ്പോഴാണ് പിന്നെ സഭ രൂപപ്പെട്ട് വരികയും സഭയിൽ കൂട്ടായ്മ ഉണ്ടാകുകയും കൂട്ടായ്മയിൽ കർത്താവിൻ്റെ ഓർമ്മയെ ആചരിക്കുകയും അപ്പം മൃഗശുശ്രൂഷയൊക്കെ വന്നിട്ട് പൗരോഹിത്യനുസരിച്ച് ശുശ്രൂഷയായിട്ട് പോണത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അച്ഛന്മാരായാലും പ്രീസ്റ്റായാലും ശരി, പ്രധാനപ്പെട്ട വിഷയം അൾട്ടിമേറ്റ് എന്താ ചെയ്യേണ്ടത്? ഇവാഞ്ചലൈസേഷനാണ്. ഉടമ്പടിയിലുള്ള ഏറ്റവും വലിയ ഗുണം എന്താണ്? ഇവാഞ്ചലൈസേഷൻ്റെ മെയിൻ സംഭവമാണ് ഉടമ്പടി. അതുകൊണ്ട് ആർക്കും, എല്ലാ മേഖലയുള്ളവർക്കും ഉടമ്പടി വിശിഷ്യ ദൈവദൗത്യം ചെയ്യാനും കൃപയ്ക്ക് മേൽകൃപ ആർജിക്കാനും ദൈവത്തിൻ്റെ ഒരു നടപടിക്രമമാണ്. പറ്റുന്നവരൊക്കെ അതിൽ പാലിക്കാനും ചെയ്യാനും കൃപയിൽ വളരാൻ നമുക്ക് ശ്രമിക്കാം. പ്രൈസ് ദി ലോർഡ്. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.